ഇവിടെ നമുക്ക് ജടായുവിൻ്റെ വളരെ വലിയൊരു ശില്പം പണിത് വെച്ചിരിക്കുന്നത് കാണാം. രാവണന് സീതയെ കട്ടുകൊണ്ട് പോകുന്ന വഴിക്ക് രാവണനുമായിട്ട് യുദ്ധം ചെയ്ത് ജടായു ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് വീണത് എന്നാണ് പറയുന്നത്. ഈ 70 തൂണുകളിൽ ഒരു തൂണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ തൂൺ ഇങ്ങനെ നിലത്ത് മുട്ടാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് നമുക്കിതിങ്ങനെ ഒരു ടവൽ ഇങ്ങനെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പാണ്. ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷിയിൽ കാണാൻ സാധിക്കുന്ന വളരെ വലിയ ഒരു നന്ദിയുടെ വിഗ്രഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഒറ്റക്കല്ലിൽ പണിതെടുത്ത നന്ദിയുടെ ഒരു വിഗ്രഹമാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇതുപോലെ ഒരു ഗോപുരമാണ് കാണുന്നത്. നമ്മൾ സാധാരണ തമിഴ്നാട്ടിലെ ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലെയൊക്കെ ക്ഷേത്രത്തിൻ്റെ അവിടെ കാണുന്ന അത്രയും വലിയൊരു ഗോപുരമല്ല ഇവിടെ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ നമ്മൾ മറ്റു പല ക്ഷേത്രങ്ങളിലും കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു വളരെ വലിയൊരു കൊടിമരമാണ് കാണുന്നത്. നമുക്കിനി ഇങ്ങനെ ഈ ഭാഗത്തൂടെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലൂടെ നമുക്കൊരു പ്രദക്ഷിണം ചെയ്തു വരാം. ഇങ്ങനെ മണ്ഡപങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറകുഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ നമുക്കിങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. ഒരു പാറയാണ്, വലിയൊരു പാറയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ആമയുടെ ഒരു പുറന്തോട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഇതുപോലെ ഉള്ളൊരു ശിലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ട് പണിതിരിക്കുന്നത്. ഇത് കൂർമ്മശിലയാണ്. ഇതുകൊണ്ട് ഇത് നമ്മൾ ഈ ശിലയിൽ കൂടെ നടന്നു തന്നെയാണ് ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുന്നത്. നമ്മളിങ്ങനെ നടന്ന് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയും കണ്ടോ, ഇവിടെ നമ്മൾ ഈ കൂർമ്മശിലയുടെ ഭാഗങ്ങളാണ് കാണുന്നത്. ഈ ശിലയിൽ കൂടാണ് നമ്മൾ നടന്ന് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ മുകളിലായിട്ട് അടുത്ത വേറൊരു മണ്ഡപവും അടുത്ത ഇതുമാണ്. നമുക്ക് ആദ്യം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്നിട്ട് നമുക്ക് മുകളിലോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയായിട്ട് ഇത് കണ്ടോ, ഇതുപോലെ വളരെ വലിയൊരു കല്ല് മണ്ഡപമാണ് കാണുന്നത്. ഈ വലിയ മണ്ഡപത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹമാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നതാണ്. ഇത് ഈ ശിലയിൽ ഹനുമാൻ സ്വാമിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ നേരെ മുന്നിലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു പാദങ്ങൾ കാണാം. വളരെ വലിയ, നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഒരു പാദമാണെന്ന് മനസ്സിലാകും. ഇത് സീതാദേവിയുടെ പാദങ്ങളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വെള്ളം ഇതൊരു തീർത്ഥജലമായിട്ട് ആൾക്കാർ ഇങ്ങനെ തീർത്ഥജലമായിട്ട് ഉപയോഗിക്കുന്നത് കാണാം. ഈ വെള്ളം മുഴുവൻ കോരി ഇവിടുന്ന് കളഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇവിടെ ഫില്ലാവുമെന്നാണ് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് ഇത് ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളാണെന്ന് പറയുന്നുണ്ട്. സീതാദേവിയുടെ പാദത്തിന് ഇത്രയും വലിപ്പം വരാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളായിരിക്കാനായിട്ടാണ് ഇത് സാധ്യതയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അധികം ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് സീതാദേവിയുടെ പാദങ്ങളാണെന്ന് തന്നെയാണ്. ഇതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഈ വെള്ളം ഇവിടുന്ന് നമ്മൾ മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഇത്ര നേരം കൊണ്ട് പെട്ടെന്ന് പിന്നെ ഇവിടെ വെള്ളം വരുന്നത് കാണാം. അതുകൊണ്ട് വെള്ളം വന്ന് ഇവിടെ നിറയും. ഈ താഴോട്ടും വെള്ളം വരുന്നതാണ്. അതുകൊണ്ട് വെള്ളം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷേ ഈ ഇതുവഴി ഒഴുകി വരുന്ന വെള്ളമല്ല ഇത്. ഇവിടെ ഈ പാറയുടെ ഇവിടുന്ന് തന്നെ വെള്ളം വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതി കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെന്നാണ് പറയുന്നത്. കണ്ടോ, ഈ പ്ലേറ്റിൻ്റെ ആദ്യം ഇവിടെ ചോറ് വിളമ്പാനുള്ള സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഓരോ കറികൾ വിളമ്പാനായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പഴയ കാലത്ത് പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തൊക്കെ ഇരുന്ന ആൾക്കാർ ഇരുന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്തതായിരിക്കും. ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള സംഗതികൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് വടക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് ഇതുപോലെ ഒരു മണ്ഡപം കാണാം. ഈ മണ്ഡപവും ഇങ്ങനെ പൂർണ്ണമായിട്ട് കല്ലുകൊണ്ട് പണിതിരിക്കുന്ന മണ്ഡപമാണ് കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങോട്ടൊന്നും കൂടുതൽ ആൾക്കാരൊന്നും വരുന്നതായിട്ട് തോന്നുന്നില്ല. ഇവിടെ നമുക്ക് ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, നേരെ മുന്നിൽ ഇതുപോലെ ഒരു മണ്ഡപമാണ് കാണുന്നത്. കണ്ടോ, ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡപമാണ്. ഇതെന്തിന് ഉപയോഗിക്കുന്ന സംഗതിയാണെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ വെളിയിലൂടെ പ്രദക്ഷിണം ചെയ്ത് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മതിലിനുള്ളിലൂടെ അകത്തേക്ക് കയറുകയാണ്. ഇനി അടുത്ത പ്രകാരത്തിലേക്ക് ആണ് നമ്മൾ കയറുന്നത്. ഇതുവഴി ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത പ്രകാരത്തിലൂടെ നമുക്ക് പ്രദക്ഷിണം ചെയ്ത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ പാറയൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ വളരെ വലിയൊരു നാഗലിംഗമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു ശിവലിംഗമാണ് ഏറ്റവും മുന്നിലായിട്ട് കാണുന്നത്. ഒരു നാഗം ഇങ്ങനെ ശിവലിംഗത്തെ ചുറ്റിയിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൊണ്ട് ഇവിടെ മുകളിലായിട്ട് ഒരു പാറയാണ്. ആ പാറ മുഴുവനാണ് ഇങ്ങനെ നാഗത്തിൻ്റെ ആകൃതിയിൽ കൊത്തി എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഇത്രയും വലിയൊരു പാറയാണ്. ഈ പാറയാണ് ഇങ്ങനെ ഇത് കണ്ടോ, ഇതിൻ്റെ പുറകുവശമൊക്കെ കണ്ടോ. ഇത് കണ്ടോ, ഇവിടെ 7 തലകളുള്ള ഒരു നാഗത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഈ നാഗം ഈ ശിവലിംഗത്തിനെ ചുറ്റി വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ നാഗലിംഗത്തിൻ്റെ വലതുവശത്തോട്ട് വരുമ്പം വലതു ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ 3 ശില്പങ്ങൾ ഇങ്ങനെ പാറയിൽ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചിലന്തി ഇങ്ങനെ ശിവലിംഗത്തിൽ ആരാധന ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശില്പമാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കണ്ണപ്പന് ശിവലിംഗത്തിൽ കണ്ണ് അർപ്പിക്കുന്നത്, നമുക്ക് കണ്ണപ്പൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നത് ആന ശിവലിംഗത്തിൽ ആരാധന ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശില്പമാണ് നമുക്ക് കാണുന്നത്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിവിടെ ഈ ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ശില്പങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ശ്രീ കാളഹസ്തി എന്നുള്ള പേര് വന്നത് ചിലന്തയും ആനയും നാഗവും ശിവലിംഗത്തിനെ ആരാധന ചെയ്തുകൊണ്ടാണ് ആ പേര് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ നാഗം ഇങ്ങനെ ശിവലിംഗത്തിനെ ആരാധന ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അതുപോലെ ചിലന്തിയും ആനയും ശിവലിംഗത്തിനെ ആരാധന ചെയ്യുന്ന രീതിയിലുള്ള ശില്പം ഇവിടെ കാണാം. നമ്മൾ ഈ 3 ശില്പങ്ങളൊക്കെ കണ്ട അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഒരു ഗണേശ ഭഗവാന്റെ ഒരു ശില്പം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഗണേശ ഭഗവാന്റെ ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാം. ഈ നാഗലിംഗത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് സപ്തമാതുക്കളുടെ വിഗ്രഹങ്ങളും ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു യജ്ഞശാലയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുണ്ടമുണ്ട്. ഇവിടെ ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ശ്രീകോവിലാണ് കാണുന്നത്. ഈ ശ്രീകോവിൽ ഒരു ആഞ്ജനേയ സ്വാമിയുടെ വളരെ ചെറിയൊരു വിഗ്രഹമാണ് ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഈ മണ്ഡപത്തിൽ നമുക്ക് 70 തൂണുകൾ ആകെ കാണാനായിട്ട് സാധിക്കും. ഈ 70 തൂണുകൾ ഒരു തൂണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ തൂണിങ്ങനെ നിലത്ത് മുട്ടാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് നമുക്കിതിങ്ങനെ ഒരു ടവൽ ഇങ്ങനെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് കണ്ടോ ഇതിവിടെ ഇങ്ങനെ ഗ്യാപ്പാണ്. ഇത് കണ്ടോ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ ഈ തൂണ് മാത്രം നിലത്ത് മുട്ടിയിട്ടില്ല. ലേപാക്ഷിയിലെ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഏകദേശം ഒരു 100 മീറ്റർ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേന് ഇവിടെ വളരെ വലിയൊരു നന്ദിയുടെ ഒരു വിഗ്രഹം കാണാം. ഇത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വിഗ്രഹമാണ്. ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദി ഫേസ് ചെയ്യുന്നത് ഈ വീരഭദ്ര ക്ഷേത്രത്തിലെ നമ്മളൊരു നാഗലിംഗം കണ്ടായിരുന്നു. ആ നാഗലിംഗത്തിലോട്ടാണ് ഈ നന്ദി ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുറകോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ നന്ദിയുടെ ദേഹത്ത് കിടക്കുന്ന മണികളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ഇത് ഇവിടെ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. രണ്ട് പുറകുവശത്തോട്ട് ഇത് ഒറ്റ പാറയിൽ വെച്ചിരിക്കുന്നതാണ്. നേരത്തെ ഇവിടെ നിലനിന്നിരുന്ന ഒരു പാറയിൽ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നന്ദിയുടെ വിഗ്രഹം പണിത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിവിടെ അടുത്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ടുള്ള ഈ നന്ദി വിഗ്രഹത്തിൻ്റെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ദൂരെയായിട്ട് ഒരു ജടായുവിൻ്റെ ഒരു വളരെ വലിയൊരു വിഗ്രഹം ഒരു പാറയുടെ മുകളിലായിട്ട് കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഈ സ്ഥലത്തിന് ലേപാക്ഷി എന്ന് പേര് വരാനായിട്ട് കാരണം ഈ ജടായുവാണ്. നമുക്കറിയാം രാമായണ കഥയിൽ രാവണന് സീതയെ കട്ടുകൊണ്ട് പോകുന്ന വഴിക്ക് ജടായു രാവണനുമായിട്ട് യുദ്ധം ചെയ്യുകയും അങ്ങനെ വഴിക്ക് ജടായു വീഴുന്നതുമായിട്ടുള്ള കഥ നമുക്കറിയാം. അങ്ങനെ ജടായു വീണ സ്ഥലമാണ് ഇത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ലേ പാക്ഷി എന്ന് പറയുന്നത്. രാമൻ വന്നിട്ട് ഈ ജടായുവിനോട് എഴുന്നേൽക്കൂ പക്ഷി എന്ന ലേ പാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കൂ പക്ഷി എന്നാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ലേ പാക്ഷി എന്ന് പേര് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ശകലം നമുക്ക് ഒരു കയറ്റം കയറി പോകാനായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ ജടായു തീം പാർക്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ഇവിടെ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് ഒരു 10 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഈ ജടായുവിൻ്റെ ശില്പം വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ ജടായുവിൻ്റെ ശില്പം പണിത് വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട്. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോവാണ്. ഇതുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേന് ഈ പാറയൊക്കെ ഉണ്ട്. എന്നാ വലുപ്പത്തിലാണ് ഈ പാറ എന്ന് കണ്ടോ. നമ്മളിങ്ങനെ മുകളിൽ വരുമ്പോഴത്തേന് നമുക്കിവിടെ ഒരു ക്ഷേത്രം പോലെ ഒരു സംഗതി ഇവിടെ കാണാം. പക്ഷേങ്കിൽ ഒരു ശ്രീകോവിൽ കാണാം. ഇതിനകത്ത് വേറെ വിഗ്രഹങ്ങളൊന്നും കാണാനായിട്ടില്ല. ജടായു വിഗ്രഹത്തിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഇവിടെ ചെറിയൊരു പാദം കാണാം. ഇവിടെ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇതിങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കേരളത്തിലും ഇതുപോലെ കൊല്ലത്ത് ജടായുവായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കാണാനായിട്ട് സാധിക്കും. കൊല്ലത്ത് ചടയമംഗലം. ആ ചടയമംഗലം എന്നുള്ള പേര് തന്നെ ഉണ്ടായത് ജടായു വീണ സ്ഥലം ജടായു മംഗലം എന്ന പേരിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭാരതത്തിലുടനീളം ഇങ്ങനെ പുരാണ ഇതിഹാസ കഥകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും എൻ്റെ നാട്ടിലും ഉണ്ട് എന്ന് പറയുവാനായിട്ടുള്ള ഭക്തജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഇതുപോലെ ഒരേ സംഭവം നടന്ന പല സ്ഥലങ്ങൾ നമുക്ക് ഭാരതത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിശ്വാസം നമുക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ജടായു 2 ജടായു ഉണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ജടായു എന്താണെങ്കിലും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജടായു ഇങ്ങനെ രാവണനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ജടായു ഒരു സ്ഥലത്ത് വീണിട്ടുണ്ട്. അത് ആ സ്ഥലം ജടായുമംഗലത്താണോ അതോ ലേപാക്ഷിയിലാണോ എന്നുള്ളതിനെ കഴിഞ്ഞുമൊക്കെ വളരെ പ്രാധാന്യം ആ ജടായുവിൻ്റെ ഭക്തിയും രാമനിലേക്ക് നമുക്ക് ഉണ്ടാകേണ്ട ഭക്തിയും ഒക്കെയാണ് ഇവിടെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്.